ഗും ഗുരുഭ്യോ നമഃ. ഗം ഗണപതയേ നമഃ. സം സരസ്വത്यै നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ദ്രദ്യുമ്ന പാണ്ഡ്യഖണ്ഡാധിരാജ ത്വൽഭക്താത്മാ ചന്ദനാദ്രൗ കദാചിത് ത്വൽസേവായാം മഗ്നധീരാലുലോകേ നൈവാഗസ്ത്യം പ്രാപ്തമാദിത്യകാമം. പാണ്ഡ്യരാജ്യത്തിന്റെ രാജാവായിരുന്നു ഇന്ദ്രദ്യുമ്നൻ. ത്വദ്ഭക്താത്മാ, അങ്ങയെ ഭജിക്കുന്നതില് വളരെ ശ്രദ്ധാലുവായിരുന്നു അദ്ദേഹം. ചന്ദനാദ്രൗ കദാചിത്, മലയപർവ്വതത്തിൽ, ചന്ദനാദ്രൗ മലയപർവ്വതത്തിൽ ധാരാളം ചന്ദനമരങ്ങളുണ്ട്. അതുകൊണ്ടാണ് ചന്ദനാദ്രൗ. കദാചിത്, ഒരിക്കൽ ത്വൽഭക്താത്മാവായ, അങ്ങയിൽ ഭജിക്കാൻ ശ്രദ്ധയുള്ളവനായ ഇന്ദ്രദ്യുമ്നൻ മലയപർവ്വതത്തിൽ അങ്ങയെ ധ്യാനിച്ചങ്ങനെ ഇരിക്കുകയായിരുന്നു. ത്വൽ സേവായാം മഗ്നധീ, ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധി. അങ്ങയിൽ അല്ലെങ്കിൽ അങ്ങയെ ഭജിക്കുന്നതിൽ മഗ്നധിയായ, അതിൽ ആമഗ്നനായിട്ടിരിക്കുകയായിരുന്നു. അങ്ങയുടെ രൂപധ്യാനത്തിൽ മഗ്നനായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്താണ് സംഭവിച്ചത്? നൈവാഗസ്ത്യം പ്രാപ്തം, അഗസ്ത്യൻ അവിടേക്ക് വന്നത് അറിഞ്ഞില്ല. ആതിഥ്യകാമം, സൽക്കാരം സ്വീകരിക്കാൻ താല്പര്യപ്പെട്ട് ഗുരുവായ അഗസ്ത്യൻ അവിടേക്ക് വന്നത് ഈ ഇന്ദ്രദ്യുമ്നൻ അറിഞ്ഞില്ല. അപ്പോൾ ധ്യാനത്തിലാണ് എന്നുള്ള ഒരു ഭാവത്തിൽ, ഈശ്വരനെ ഭജിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗുരു വന്നാലും പരിഗണിക്കേണ്ടതില്ല എന്നുള്ള ഒരു മനോനില ഈ ഇന്ദ്രദ്യുമ്നൻ ഉണ്ടായിരുന്നു. അത് നല്ലതല്ല എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കാരണം ഹിന്ദി കവിതകളിലൊക്കെയുള്ള കബീർ എന്ന ഗുരു പറയാറുണ്ട്, ഗുരു ഗോവിന്ദ് ദോവു ഖഡേ, ഗുരുവും ഗോവിന്ദനും ഒന്നിച്ചു വന്നാൽ ആദ്യം ആരെ നമസ്കരിക്കണം? ഞാനാണെങ്കിൽ ആദ്യം ഗുരുവിനെ നമസ്കരിക്കും. കാരണം എന്താണ്? ഇത് ഗോവിന്ദനാണ്, ഭഗവാനാണ് എന്ന് എന്നെ പഠിപ്പിച്ചു തന്നത് ഈ ഗുരുവാണ്. അതുകൊണ്ട് ആദ്യം ഗുരുവിനെ നമസ്കരിക്കും, അതിനുശേഷമേ ഗോവിന്ദനെ, ഭഗവാനെ നമസ്കരിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഗുരുവിനെ നമസ്കരിക്കുന്നതിൽ ഒരു വീഴ്ച, അല്ലെ ഗുരുവിനെ ബഹുമാനിക്കുന്നതിൽ ഒരു അല്പം പോലും വീഴ്ച വരാതെ ശ്രദ്ധിക്കണം. ഈശ്വരനെ നിന്ദിച്ചാൽ അതിന് പരിഹാരമുണ്ട്. പക്ഷേ ഗുരുനിന്ദയ്ക്ക് കഠിനമായ ശിക്ഷ ഉറപ്പാണ് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആ അഗസ്ത്യൻ എന്താണ് ചെയ്തതെന്ന് അടുത്ത ശ്ലോകത്തിൽ നമുക്ക് മനസ്സിലാക്കാം. കുംഭോദ്ഭൂതി സംഹൃത ക്രോധഭാര സ്തബ്ധാത്മാ ത്വം ഹസ്തി ഭൂയം ഭജേതി ശത്വാധൈനം പ്രത്യഗസോപിലേഭേ അസ്തീന്ദ്രത്വം ത്വൽസ്മൃതി വ്യക്തിധന്യം. കുംഭോദ്ഭൂതി എന്ന് പറഞ്ഞാൽ അഗസ്ത്യ മഹർഷിയുടെ വേറെ പേരാണ്. കുംഭോദ്ഭവൻ എന്ന് അഗസ്ത്യ മഹർഷിക്ക് പേരുണ്ട്. കുംഭത്തിൽ നിന്ന് ഉത്ഭവിച്ചവൻ എന്നാണ്. സംഭൃത ക്രോധഭാര, ഭയങ്കരമായ ക്രോധമുള്ളവനായി. ഗുരുക്കന്മാരങ്ങനെ വേണമെന്നാണ്. ഗുരുക്കന്മാരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കണം. ഗുരുക്കന്മാരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്നതും ഗുരുവാണ്. ഞാൻ വരുമ്പോൾ എഴുന്നേക്കണം, എന്നെ നമസ്കരിക്കണം എന്നൊക്കെ പഠിപ്പിക്കുന്നത് അത് അഹങ്കാരം കൊണ്ടല്ല. ആ ശിഷ്യന് വേണ്ടതൊക്കെ തന്നിൽ നിന്ന് ലഭിക്കണമെങ്കിൽ തന്നെ വന്ദിച്ചാലേ ഉണ്ടാവുകയുള്ളൂ. അത് ഗുരുവിന്റെ ഒരു അഹങ്കാരമല്ല. ശിഷ്യന്മാരെ അത് പരിശീലിപ്പിക്കേണ്ടതാണ്. അപ്പോൾ അതിൽ ഇവന് വീഴ്ച വന്നല്ലോ, വേണ്ട തരത്തിൽ തന്നെ ബഹുമാനിക്കുന്നില്ലല്ലോ, അത് ഉള്ളിൽ തന്നെയേ തോന്നേണ്ടതായിരുന്നു. ഭഗവത് സ്മരണയിൽ ഇരിക്കുകയാണെങ്കിലും ഗുരുവിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടേണ്ടതാണ്. അപ്പൊ അങ്ങനെ അനുഭവപ്പെടുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അഹങ്കാരമുണ്ട് എന്നുള്ളതാണ്. ഉള്ളിൽ അഹങ്കാരമുള്ളത് കൊണ്ടാണ് അങ്ങനെ ഗുരുവിന്റെ സാന്നിധ്യം അറിഞ്ഞ് ഗുരുവിനെ ബഹുമാനിക്കാൻ തോന്നാതിരുന്നത്. അതുകൊണ്ട് അത് നീങ്ങാൻ വേണ്ടി ആ അഹങ്കാരത്തെ ഇല്ലായ്മ ചെയ്താലേ വേണ്ട ശ്രേയസ് ഉണ്ടാവുകയുള്ളൂ. തൻ്റെ ശിഷ്യൻ
ഏറ്റവും മിടുക്കനായി തീരണമെന്നാണ് യഥാർത്ഥത്തിൽ ഗുരുക്കന്മാർ ആഗ്രഹിക്കുക. അപ്പോൾ കളങ്കം കണ്ടാൽ ഉടനെ അത് നീങ്ങാനുള്ള മാർഗം അവരവലംബിക്കും. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് കോപം വന്നു. ശിഷ്യന്മാര് തെറ്റ് ചെയ്താൽ ഗുരുക്കന്മാർക്ക്, അധ്യാപകർക്ക് കോപം വരും. അപ്പോ അതിനുള്ള ശിക്ഷയും ഉടനെ നൽകും. സ്തബ്ധാത്മാത്വം, നീ അങ്ങനെ നിശ്ചലനായിട്ടിരുന്നില്ലേ എന്റെ സാന്നിധ്യത്തിൽ ഞാൻ വന്നപ്പോൾ? നീ വേണ്ട ഉപചാരങ്ങൾ ചെയ്യാതെ അങ്ങനെ നിർവികാരനായിട്ടിരുന്നില്ലേ? അതുകൊണ്ട് അത് ഒരു ആനയുടെ സ്വഭാവമാണ്, അഹങ്കാരം, മദം ഉണ്ടാവുന്നത്. അതുകൊണ്ട് നീ ആനയായി തീരട്ടെ എന്ന്. ത്വം ഹസ്തി ഭൂയം, ഹസ്തി എന്ന് പറഞ്ഞാൽ ആന, ഹസ്തി ഭൂയം എന്ന് പറഞ്ഞാൽ ആനയായി തീരട്ടെ. ശപ്ത്വാധൈനം, അങ്ങനെ ഇന്ദ്രദ്യുമ്നനെ ആനയായി തീരാനായിട്ട് ശപിച്ചിട്ട്, പ്രത്യഗാൽസോപി ലേഭേ ഹസ്തീന്ദ്രത്വം ത്വൽ സ്മൃതി വ്യക്തി ധന്യം, അങ്ങനെ ഹസ്തീന്ദ്രനായി തീർന്നു. ഭഗവാനെ ഭജിച്ചതിന്റെ ഫലം ഒരിക്കലും വ്യർത്ഥമാവുകയില്ല എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതായത് ആനയായി തീർന്നാലും ആ ആന ജീവിക്കുന്ന വനത്തിലെ രാജാവായി, ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ രാജാവ്, ആനകളുടെ രാജാവ്, അല്ലെങ്കിൽ ആ വനത്തിലെ രാജാവ്. സാധാരണ വനത്തിലെ രാജാവ് സിംഹമാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇവിടെ ഈ ആനയായിട്ട് ജനിച്ച ഇന്ദ്രദ്യുമ്നൻ പാലാഴിയിലെ ഒരു വനത്തിലാണ് ജനിച്ചത്. ആ വനത്തിലെ മൃഗങ്ങളുടെ രാജാവായിട്ടാണ് അദ്ദേഹം തീർന്നത്. അതാണ് ഹസ്തീന്ദ്രത്വം. ഹസ്തീന്ദ്രൻ എന്ന് പറഞ്ഞാൽ ആനകളുടെ രാജാവ്. ത്വൽ സ്മൃതി വ്യക്തി ധന്യം, വേണ്ട അവസരത്തില് ഭഗവാനെ ഭജിച്ചതെല്ലാം, ആ സ്തോത്രങ്ങളടക്കം അദ്ദേഹത്തിന് ഓർമ്മയും വന്നു. അത് നമുക്ക് തുടർന്ന് കഥ കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. ദുഗ്ധാംഭോധേർമധ്യഭാജി ത്രികൂടേ ക്രീഡൻ ശൈലേ യൂതപോയം വശാഭി സർവാൻ ജന്തൂനത്യവർത്തിഷ്ഠശക്ത്യാ ഭക്താനാം ഗുത്രനോൽകർഷലാഭ. ദുഗ്ധാംഭോധി, ദുഗ്ധം എന്ന് പറഞ്ഞാൽ പാല്, അംഭോധി എന്ന് പറഞ്ഞാൽ കടൽ, പാൽക്കടൽ അല്ലെങ്കിൽ പാലാഴി. ദുഗ്ധാംഭോധേഹെ, ദുഗ്ധാംബുധിയുടെ മധ്യത്തിൽ, മധ്യഭാജി ത്രികൂടേ, അവിടെ ഒരു പർവ്വതമുണ്ട്. ആ പർവ്വതത്തിന്റെ പേരാണ് ത്രികൂട പർവ്വതം. ക്രീഡൻ ശൈലേ യൂഥപോയം വശാഭി, ആ പർവ്വതത്തിലാണ് ഈ ഇന്ദ്രദ്യുമ്നൻ ആനയായിട്ട് പോയി പിറന്നത്. അങ്ങനെ അവിടെ ആന കുട്ടികളും പിടിയാനകളും ഒക്കെ ആയിട്ട് സുഖമായിട്ടങ്ങനെ യൂഥപോയം വശാഭി, അവരെയൊക്കെ സന്തോഷിപ്പിച്ചുകൊണ്ട് ആനകളുടെ രാജാവായിട്ടങ്ങനെ കഴിഞ്ഞു. സർവാൻ ജന്തൂൻ അത്യവർത്തിഷ്ഠ ശക്തിയ, ദുഷ്ടമൃഗങ്ങളൊക്കെ അവിടെയുണ്ട്. പക്ഷേ അവയ്ക്കൊന്നും ഒരു ശക്തിയും ഈ ഹസ്തീന്ദ്രന്റെ, ഈ ആനയുടെ അടുത്തേക്ക് എത്താനുള്ള ശക്തിയൊന്നുമില്ല. അവര് ഈ ആനയുടെ മണമുള്ള ദിക്കിൽ പോലും നിൽക്കില്ല. അവരൊക്കെ ഓടി ഒളിച്ചു. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ സാധു മൃഗങ്ങൾക്കൊക്കെ വളരെ സന്തോഷമായി. ഈ ആനയുടെ സഹായം എപ്പോഴുമുണ്ട്. ഏതെങ്കിലും ദുഷ്ടമൃഗങ്ങൾ ആക്രമിക്കാൻ വന്നാൽ ഉടനെ അവരൊക്കെ ഈ ആന രാജാവിനെ, ഹസ്തീന്ദ്രനെ ശരണം പ്രാപിക്കും. അപ്പോൾ മേൽപ്പത്തൂര് പറയുകയാണ്, ത്വൽഭക്താനാം കുത്രനോൽകർഷലാഭ, ത്വദ്ഭക്താനാം, അങ്ങയുടെ ഭക്തന്മാർക്ക് ഇടയ്ക്ക് ചെറിയ ചുതിയൊക്കെ വീഴ്ചയൊക്കെ വന്നാലും അവരെവിടെ എത്തിയാലും അവർക്ക് ഉത്കർഷം തന്നെ ഉണ്ടാവുള്ളൂ, ഉയർച്ചയേ ഉണ്ടാവുള്ളൂ. ആ വനത്തിലെത്തിയെങ്കിലും മൃഗമായി, ആനയായി തീർന്നു എങ്കിലും അവിടെ രാജാവായിട്ടാണ് ആ ആന, ആ ഇന്ദ്രദ്യുമ്നൻ, രാജാവായി തീർന്ന ഇന്ദ്രദ്യുമ്നൻ കഴിഞ്ഞത് എന്നാണ് ഈ ശ്ലോകത്തില് പറയപ്പെടുന്നത്. നമുക്കിനി അടുത്ത ശ്ലോകം നോക്കാം. സ്വേനസ്ഥേംനാ ദിവ്യദേശത്വശക്ത്യാ സോയം ഖേദാന പ്രജാനൻ കദാചിത് ശൈലപ്രാന്തേ കർമ്മതാന്തസരസ്യാം യൂഥൈസാർത്ഥം തത്പ്രണുന്നോഭിരേമേ. സ്വേനസ്ഥേംന, സ്വന്തം ശക്തി കൊണ്ടും, ദിവ്യദേശത്വശക്തിയാ,
ആ പ്രദേശത്തിന്റെ ദിവ്യത്വം കൊണ്ടും, പാലാഴിയിലെ പർവ്വതമാണ്, വെറും ഒരു പ്രദേശത്തെ പർവ്വതമല്ല, ആ ദേശത്തിന്റെ മഹിമ കൊണ്ടും യാതൊരു ദുഃഖവും അറിയാതെ അങ്ങനെ ആന ഇന്ദ്രദ്യുമ്നൻ ഇന്ദ്രദ്യുമ്നൻ എന്ന, അല്ലെങ്കിൽ ഇന്ദ്രദ്യുമ്നൻ ആനയായി തീർന്ന ഇന്ദ്രദ്യുമ്നൻ സുഖമായി കഴിഞ്ഞു. പിടിയാനകളോടും കുട്ടിയാനകളോടും സുഹൃത്തുക്കളോടും ഒക്കെ ഒപ്പം. നമ്മുടെ ജീവിതം തന്നെയാണ് ഇവിടെ പറയുന്നത് ആനയായിട്ട്. അത് ഈ പുരാണത്തിലൊക്കെ എല്ലാ കഥകളിലും, ഇപ്പൊ ചിത്രകേതുവിന്റെ കഥ നമ്മൾ കേട്ടു, ഇപ്പോൾ നമ്മൾ ആനയുടെ കഥ കേൾക്കുന്നു. അവിടെയൊക്കെ നമ്മളാണ് ആന എന്ന് വേണം കണക്കാക്കാൻ. നമ്മള് ആണുങ്ങളാണെങ്കിൽ ഭാര്യയും, അല്ലെങ്കിൽ ഭർത്താവാണെങ്കിൽ ഭാര്യയും കുട്ടികളുമായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു. സ്ത്രീജനങ്ങളാണെങ്കിൽ ഭർത്താവും കുട്ടികളുമായിട്ട് കുടുംബത്തിൽ സുഖമായിട്ട്, വലിയ അല്ലലൊന്നുമില്ലാതെ സുഖമായിട്ട് അങ്ങനെ കഴിയുന്നു. അങ്ങനെ ഇരിക്കെ എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോഴാണ് ഭഗവാനെ ചിന്തിക്കുക. ഒരിക്കൽ വേനൽ കാഠിന്യം കൊണ്ട് തളർന്ന് അവിടെ ഉണ്ടായിരുന്ന ജലസ്രോതസ്സുകളെല്ലാം വറ്റി. സാധാരണ ഇവര് വെള്ളം കുടിക്കാറുള്ള കുളങ്ങളും തോടുകളും ഒക്കെ വറ്റി. ഇനി വെള്ളം എവിടുന്ന് കിട്ടും എന്നവര് അന്വേഷിച്ചങ്ങനെ ദൂരേക്ക് പോയി. സ്വേനസ്ഥേംനാ ദിവ്യദേശത്വശക്ത്യാ സ്വയം ഖേദാന പ്രജാനൻ കഥാചിത്. ഒരിക്കൽ, കഥാചിത് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ, എന്ത് സംഭവിച്ചു? വേനൽക്കാലം വന്നു, അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായി. ശൈലപ്രാന്തേ, ആ ശൈലം എന്ന് പറഞ്ഞാൽ ആ പർവ്വതം, ആ പർവ്വതത്തിന്റെ താഴ്വരയിൽ, ഘർമ്മതാന്ത സരസ്യാം, ചൂട് ശമിപ്പിക്കത്തക്ക വിധത്തിൽ, ഘർമ്മം എന്ന് പറഞ്ഞാല് താപം, ചൂട്, അത് ശമിപ്പിക്കാൻ പറ്റിയ സരസ്, യൂഥൈസാർത്ഥം, ആനക്കൂട്ടങ്ങളോടുകൂടെ, തത്പ്രണുന്നോഭിരേമേ, നിന്തിരുവടിയുടെ പ്രേരണ മൂലം, ഭഗവത് പ്രേരണ കൊണ്ടാണ് നമ്മളെല്ലാം ചെയ്യുന്നത്, നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ആന, അല്ലെങ്കിൽ ആനരാജാവ് അങ്ങനെയുള്ള ആ താമര പൊയ്കയിലേക്ക് തൻ്റെ ആനക്കൂട്ടങ്ങളോടൊപ്പം ചെന്നെത്തി, അതിലിറങ്ങി ക്രീഡിച്ചു. യൂഥൈസാർത്ഥം ത്വത്പ്രണുന്നോഭിരേമേ, രേമേ എന്ന് പറഞ്ഞാൽ രമിച്ചു, ക്രീഡിച്ചു എന്നാണ് അർത്ഥം. ഇനി എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് അടുത്ത ശ്ലോകത്തിൽ മനസ്സിലാക്കാം. ഹൂഹുസ്താവദ്ദേവലസ്യാഭിശാപാത് ഗ്രാഹീഭൂതസ്തജ്ജലേ വർത്തമാന ജഗ്രാഹൈനം ഹസ്തിനം പാദദേശേ ശാന്ത്യർത്ഥം ഹി ശാന്തിദോഷി സ്വകാനാം. ഹൂഹു എന്നു പേരായ ഒരു ഗന്ധർവൻ, താവത് ദേവലൻ എന്നു പേരുള്ള മഹർഷിയുടെ ശാപം കൊണ്ട് ഹൂഹു എന്നു പേരായ ഒരു ഗന്ധർവൻ മുതലയായിട്ട് ആ പൊയ്കയിൽ, താമര പൊയ്കയിൽ ഉണ്ടായിരുന്നു. ഗ്രാഹീഭൂത, ഗ്രാഹി എന്ന് പറഞ്ഞ മുതല, ഗ്രാഹീഭൂതൻ എന്ന് പറഞ്ഞാല് മുതല ആയിത്തീർന്നത്. ഗ്രാഹീഭൂത തജ്ജലേ, ആ ജലത്തിൽ, അല്ലെങ്കിൽ ആ സരസില്, ആ തടാകത്തിൽ ഉണ്ടായിരുന്നു. വർത്തമാനഹ എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്നു. ജഗ്രാഹൈനം ഹസ്തിനം പാദദേശേ, ആ ആനയുടെ കാലില് ഈ മുതല പിടിച്ചു. ഏതാനയുടെ കാലിലാണ്? ഈ ഇന്ദ്രദ്യുമ്നൻ ആനയായി തീർന്നല്ലോ, ആ ആനയായി തീർന്ന ഇന്ദ്രദ്യുമ്നന്റെ പാദത്തില് ഈ മുതല കടിച്ചു. ശാന്ത്യർത്ഥം ഹി ശ്രാന്തിദോഷി സ്വകാനാം. ദേവലമുനിയുടെ ശാപമൂലം മുതലയായി തീർന്ന് ആ തടാക ജലത്തിൽ കിടന്നിരുന്ന ഹൂഹു എന്ന ഗന്ധർവൻ ആനയെ കാലിൽ പിടികൂടി. ഇറങ്ങിയപ്പോ തന്നെ പിടികൂടിയിട്ടുണ്ട്, പക്ഷെ ആന അന്നേരം ഒന്നും അറിഞ്ഞില്ല. പിടിയാനകളും കുട്ടികളും ഒക്കെ ആയിട്ട് അങ്ങനെ രസിച്ച് അവർക്കൊക്കെ വളരെ സന്തോഷമായി. വെള്ളം കുടിക്കാൻ വിഷമിച്ചു വന്നതാണ്. വെള്ളമൊക്കെ കുടിച്ച് ദാഹമൊക്കെ തീർത്തു. അപ്പോഴാണ് എല്ലാം ശമനമായി. എല്ലാവരും വളരെയധികം ആഹ്ലാദിച്ച് രസിച്ച് കളിക്കുക വരെ ചെയ്തു.
താമരപ്പൊയ്ക കലക്കി മറിച്ച് അങ്ങനെ കഴിഞ്ഞു. ആ സമയത്ത് ആവശ്യം കഴിഞ്ഞപ്പോൾ തിരിച്ചു പോയാൽ മതിയായിരുന്നു, അത് തോന്നിയില്ല. നമ്മളും അങ്ങനെയാണ്. ജീവിതത്തില് താൽക്കാലികമായിട്ടുള്ള സ്വസ്ഥത ലഭിച്ചു കഴിഞ്ഞാലെങ്കിലും ഭഗവാനെ ഭജിക്കാനായിട്ട് തിരിയണം. അപ്പോഴെന്താണ്, ഭഗവാനെ പറ്റിയൊന്നും ഒരു ചിന്തയുണ്ടാവില്ല. എന്തെങ്കിലും ഒരു വിഷമം വരണം, അപ്പോൾ ഇനി എന്താണ് വഴി? ഹോസ്പിറ്റലൊക്കെ കയറി ഇറങ്ങി ഒരു രക്ഷയും ഇല്ല കേട്ടോ. ഇനി ഭഗവാൻ ഈശ്വരൻ എന്ത് വിചാരിക്കുന്നു അതുപോലെ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർമാരൊക്കെ കൈയൊഴിയുന്ന അവസരത്തിലാണ് ഈശ്വരനിലേക്ക് തിരിയുക. അതുപോലെ ഈ ആനയ്ക്കും ആദ്യം കാലിൽ പിടുത്തമിട്ടിരുന്ന മുതലയെ പറ്റി ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. നമ്മൾക്കൊക്കെയും ജന്മനാ തന്നെ ഈ കുളത്തിലേക്ക്, അതായത് ഈ കുളം എന്ന് പറയുന്ന ഇവിടെ സംസാരം, നമ്മൾ ഈ സംസാരത്തില് ജനിക്കുമ്പോൾ തന്നെ നമ്മളെ ഒരു മുതല പിടിച്ചിട്ടുണ്ട്. ആ മുതലയാണ് മരണം. ജനിച്ചവർക്കൊക്കെ ഉറപ്പായിട്ടും മരണമുണ്ട്. അപ്പോൾ മുതല പിടിച്ചിട്ടുണ്ട് നമ്മളെയൊക്കെ. എന്നിത് വിഴുങ്ങും അല്ലെങ്കിൽ നമ്മളെ വലിച്ചോണ്ട് പോകും എന്ന് മാത്രമേ അറിയാതെയുള്ളൂ. അപ്പോൾ എല്ലായ്പ്പോഴും ഈശ്വരനെ, എല്ലാ കർമ്മത്തിലും ഈശ്വരനെ കൂടെ ചേർത്താൽ നമുക്ക് വലിയ അല്ലലൊന്നുമില്ലാതെ ഭഗവത് പാദാംബുജത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. ശാന്ത്യർത്ഥം ഹി, അവിടുന്ന് ശാന്തി നൽകുന്നവനായിട്ടാണല്ലോ ഭക്തന്മാർക്ക് ക്ലേശകരനായി തീരുന്നത്. ശാന്തി നൽകാൻ വേണ്ടി അതിന് മുമ്പ് അല്പം ക്ലേശം നൽകും. ഇല്ലെങ്കിൽ എന്താണ്, ഭഗവാനെ ഭജിക്കില്ല. നമുക്ക് ബുദ്ധിമുട്ടുകൾ തരുന്നത് നമ്മൾ മനസ്സിലാക്കും. ഭക്തന്മാർക്ക് ഭഗവാൻ ബുദ്ധിമുട്ടുകൾ തരുന്നത് ഭഗവത് ഭജനത്തിനെ ഓർമ്മിപ്പിക്കാനാണ്. ഭഗവാനെ ഭജിച്ചോളൂ, ആപത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാം എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓരോ പൊട്ട് ഭഗവാൻ തരണത്. ഭഗവാനെ മറന്നങ്ങനെ സുഖിച്ച് ജീവിക്കുന്ന അവസരത്തിൽ നമ്മളെ ഭഗവാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഇങ്ങനെ സുഖലോലുപരായിട്ട് കഴിയരുത് കേട്ടോ, ഭഗവാനെ ഭജിക്കുകയാണ് നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഇടയ്ക്കൊരു അടിയൊക്കെ ഭഗവാൻ തരണതാണ് നമ്മുടെ ക്ലേശകരമായ അവസ്ഥ വരാനുള്ള കാരണം എന്നാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി ഈ ആന എന്ത് ചെയ്തു എന്ന് നമുക്ക് നോക്കാം അടുത്ത ശ്ലോകത്തിൽ. ത്വൽസേവായ വൈഭവാദുർനിരോധം യുധ്യന്തം തം വത്സരാണാം സഹസ്രം പ്രാപ്തേ കാലേ ത്വത്പദൈകാഗ്രസിദ്ധ്യൈ നക്രാക്രാന്തം ഹസ്തേ വര്യം യഥാസ്ത്വം. ത്വൽസേവായ വൈഭവാത്, ഭവദ്ഭക്തി മഹത്വത്താൽ 1000 കൊല്ലം നീക്കുപോക്കില്ലാതെ എതിർത്തു നിന്ന ആ ഗജേന്ദ്രനെ, 1000 കൊല്ലക്കാലമാണ് അങ്ങനെ ഗജേന്ദ്രൻ മുതലയുമായിട്ട് യുദ്ധം ചെയ്തു നിന്നത്. ആദ്യം ഗജേന്ദ്രൻ വിചാരിച്ചു തന്നെ തൻ്റെ സുഹൃത്തുക്കള്, ഭാര്യമാര്, കുട്ടികള് ഒക്കെ രക്ഷിക്കും. എൻ്റെ കാലയിൽ എന്തോ ഒന്ന് കടിച്ചു എന്ന് ഗജേന്ദ്രൻ പറഞ്ഞതേ കൂട്ടത്തിലുള്ള എല്ലാവരും പെട്ടെന്ന് കരയ്ക്ക് കയറി, ഇനി ഞങ്ങളെ ഒന്നും കടിക്കണ്ട, ഒരു രോഗം വന്നു എന്നറിഞ്ഞാൽ ആ രോഗം എനിക്ക് പകരാതിരിക്കട്ടെ എന്നാണ് കൂട്ടത്തിലുള്ളവർ വിചാരിക്കുന്നത്. ആ രോഗം മാറ്റുന്നതിനുള്ള ശ്രദ്ധയോടൊപ്പം അത് തനിക്ക് വരാതിരിക്കാനുള്ള മുൻകരുതലുകളും അവരൊക്കെ എടുക്കും. അതുപോലെ ഈ സുഹൃത്തുക്കളും ഭാര്യമാരും കുട്ടികളും ഉടനെ തന്നെ കരയ്ക്ക് കയറി. എന്നിട്ട് കയറാനുള്ള ഓരോ മാർഗങ്ങൾ തുമ്പിക്കൈ കൊണ്ട് പിടിച്ച് വലിച്ചു കയറ്റാൻ നോക്കി, മുതലയുടെ പിടി വിടുവിക്കാൻ നോക്കി, പല മാർഗങ്ങളും നോക്കി. ശരിക്കു പറഞ്ഞാൽ ഈ മുതല വിധിബലത്താൽ വന്നു ചേർന്നത് തന്നെയാണ്. അല്ലെങ്കിൽ ആനയ്ക്ക് ബാക്കി 3 കാലുകൊണ്ട് ഒരു തൊഴിയോ ചവിട്ടോ കൊടുത്താൽ ഇല്ലാതാക്കാവുന്നതേ ഉള്ളൂ ഈ മുതലയുടെ ജീവന്. അത്രയ്ക്ക് ശക്തിമാനായ ആ ആനയ്ക്ക് അതിന് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഭഗവാന്റെ നിശ്ചയം തന്നെ എന്നേ പറയാനുള്ളൂ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. നിന്തിരുവടിയുടെ പാദങ്ങളിൽ ഏകാഗ്രത ഉണ്ടാകുന്നതിന് സമയമായപ്പോൾ നിന്തിരുവടി മുതലയ്ക്ക് കീഴടങ്ങുന്നവനാക്കി ചെയ്തു. പ്രാപ്തേ കാലേ, കാലം പ്രാപ്തമായപ്പോൾ, സമയമായപ്പോൾ
ത്വത്പദൈകാഗ്രസിദ്ധ്യൈ. അതുവരെ എന്താണ്? എനിക്ക് സാധിക്കും, എനിക്ക് ഈ മുതലയുടെ പിടിവിടുവിച്ച് രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ള ഒരു തോന്നൽ ഉണ്ടായിരുന്നു. ആ തോന്നലുള്ളത്ര കാലം ഭഗവാനെ കിട്ടില്ല. എനിക്ക് സാധിക്കും, എന്റെ വിഷമങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ എനിക്ക് കഴിവുണ്ട് എന്ന് വിചാരിക്കുമ്പോൾ പിന്നെ ഞാൻ എന്തിനാ സഹായിക്കുന്നത് എന്ന് ഭഗവാൻ വിചാരിക്കും. എനിക്ക് കഴിവൊന്നുമില്ല ഭഗവാനെ, എന്റെ കഴിവൊക്കെ അവിടുന്ന് തന്നത് തന്നെ, അങ്ങ് തന്നെ എനിക്ക് ആശ്രയം എന്നുള്ള ആ ശരണാഗതി ഉണ്ടാവുന്നത് വരെ ഭഗവാനെ നമുക്ക് കിട്ടുകയില്ല. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത്. പ്രാപ്തേ കാലേ ത്വത്പദൈകാഗ്രസിദ്ധ്യൈ. അങ്ങയുടെ പാതാരവിന്ദത്തിൽ ഭക്തി ഉറയ്ക്കണമെങ്കിൽ നമുക്ക് കുറച്ചധികം ക്ലേശം അനുഭവിക്കേണ്ടി വരും. ശ്രീകൃഷ്ണാവതാരത്തിന് മുമ്പ് ദേവകി വസുദേവന്മാർ അനുഭവിച്ചതുപോലെ ഇവരെത്ര പുത്രന്മാരുടെ കൊല ചെയ്യലാണ് കാണാനിടയായത്. എത്രയധികം ദുഃഖിച്ചു. അപ്പോൾ അങ്ങനെ ഒരു ക്ലേശം അനുഭവിച്ചാൽ ക്ലേശത്തിന് ശേഷം നമുക്ക് ഭഗവത് അനുഗ്രഹം ഉറപ്പാണ് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത്. നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. ആർത്തിവ്യക്ത പ്രാക്തന ജ്ഞാനഭക്തി ശുണ്ഡോക്ഷിപ്തൈ പുണ്ഡരീകൈ സമർച്ചൻ പൂർവാഭ്യസ്തം നിർവിശേഷാത്മനിഷ്ഠം സ്തോത്രശ്രേഷ്ഠം സ്വന്വഗാദീൻവരാത്മൻ. ആർത്തിവ്യക്ത പ്രാക്തന ജ്ഞാനഭക്തി. മിക്കവാറും നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാണ്. ഭഗവത് ഭക്തി കൊണ്ട് ഐശ്വര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആ ഐശ്വര്യം, വീട്, സ്ഥലം, ജോലി ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്? അതൊക്കെ ഭംഗിയായിട്ട് പരിപാലിക്കുക ഉള്ളതിലാവും ശ്രദ്ധ. ഭഗവത് ഭജനത്തിൽ ശ്രദ്ധ കുറയും. അങ്ങനെ കുറെ കാലം കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ക്ലേശം ഉണ്ടാകും. അപ്പോൾ വീണ്ടും ഭഗവാനെ ഭജിക്കും. അതുപോലെ തന്നെയാണ് ഇവിടെ. ആ മുതലയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല എന്ന് വന്നപ്പോൾ പൂർവജന്മത്തിൽ, അതായത് ഇന്ദ്രദ്യുമ്നനായിരുന്നപ്പോൾ ഭഗവാനെ സ്തുതിച്ചിരുന്ന ആ സ്തോത്രമൊക്കെ ഈ ഗജേന്ദ്രൻ ഇപ്പോൾ ഓർമ്മ വന്നു. ആർത്തിവ്യക്ത പ്രാക്തന ജ്ഞാനഭക്തി. മുമ്പുണ്ടായിരുന്ന ആ ജ്ഞാനവും ഭക്തിയും ഒക്കെ ആനയ്ക്ക് ഓർമ്മയുണ്ടായി. ശുണ്ഡോക്ഷിപ്തൈഹി പുണ്ഡരീകൈ സമർച്ചൻ. ശുണ്ഡം എന്ന് പറഞ്ഞാല് തുമ്പിക്കൈ. തുമ്പിക്കൈ കൊണ്ട് എത്തിപ്പിടിച്ച് കിട്ടിയ താമരയൊക്കെ, ആ കുളത്തിൽ ഉണ്ടായിരുന്ന താമരയൊക്കെ മക്കൾക്കും ഭാര്യമാർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ആയിട്ട് സമ്മാനിച്ചു. നമ്മളും ജീവിതത്തിൽ അങ്ങനെയാണ്. ഈ താമര എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമയമാണ്. നമ്മുടെ സമയം നമ്മുടെ കുട്ടികൾക്ക്, ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യയ്ക്ക്, സുഹൃത്തുക്കൾക്ക്, ബന്ധുക്കൾക്ക് ഒക്കെ ആയിട്ട് ചെലവഴിക്കും. ഭഗവാന് വേണ്ടി അല്ലെ ഭഗവാനെ കിട്ടണമെന്ന ആഗ്രഹത്തോടെ ചെലവഴിക്കുന്ന സമയം എത്രയുണ്ട്, മറ്റുള്ളതിനായി ചെലവഴിക്കുന്ന സമയം എത്രയുണ്ടെന്ന് നോക്കിയാൽ നമുക്കിത് മനസ്സിലാവും. അപ്പോൾ ഗജേന്ദ്രൻ ഭഗവാനെ അർച്ചിക്കാൻ വേണ്ടി ഭഗവാനെ അർച്ചിക്കുകയാണ് വേണ്ടത്. തനിക്കുണ്ടായിരുന്ന ഭക്തി, അറിവ് എല്ലാം ആനയ്ക്ക് തെളിഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ഭഗവാൻ ഒരു താമരപ്പൂ സമർപ്പിക്കാം എന്ന് ഉദ്ദേശിച്ച് നോക്കുമ്പോൾ താമരപ്പൂവൊക്കെ വളരെ കുറവ്. എല്ലാം അവര് കൊണ്ടുപോയി. മക്കളും ഭാര്യമാരും സുഹൃത്തുക്കളുമൊക്കെ ബന്ധുക്കളുമൊക്കെ കൊണ്ടുപോയി. താമരയുണ്ടോ എന്നങ്ങനെ അന്വേഷിക്കുന്ന അവസരത്തിൽ ഭഗവാൻ തൻ്റെ കയ്യിലിരുന്ന താമര കൊടുത്താണ് ഇന്ദ്രദ്യുമ്നനെ കൊണ്ട് അർച്ചിപ്പിക്കുന്നതെന്നാണ് ആചാര്യന്മാര് പറയുന്നത്. തുമ്പിക്കൈ കൊണ്ട് എത്തിപ്പിടിച്ച് മേലോട്ടെറിഞ്ഞ താമരപ്പൂക്കളാൽ ഭഗവാനെ അർച്ചിച്ചുകൊണ്ട്, അങ്ങനെ തുമ്പിക്കൈ മാത്രമാണ് ഇപ്പൊ വെള്ളത്തിന്റെ മുകളിലുള്ളത്. മുതല വലിച്ചു കൊണ്ടുപോയിട്ടേ. പൂർവാഭ്യസ്തം, അതായത് മുൻജന്മത്തിൽ നിർവിശേഷാത്മനിഷ്ഠം അഭ്യസിച്ചിരുന്ന നിർഗുണ ബ്രഹ്മോപാസന. ഈ ഇന്ദ്രദ്യുമ്നൻ പരിശീലിച്ചിരുന്നത് നിർഗുണ ബ്രഹ്മോപാസനയാണ്. അതായത് ഈശ്വരൻ ഒരു രൂപം സങ്കല്പിക്കാതെയുള്ള ഉപാസനയായിരുന്നു ഈ ഇന്ദ്രദ്യുമ്നൻ പരിശീലിച്ചിരുന്നത്. അപ്പോൾ പഠിച്ചിരുന്ന ഒരു സ്തോത്രം ഉണ്ടായിരുന്നു, ഉത്തമമായ ഒരു സ്തോത്രം. അത് ചൊല്ലി ഭഗവാനെ ആരാധിച്ചു. ആ സ്തോത്രമൊക്കെ ഈ ആനയ്ക്ക് അപ്പോൾ ഓർമ്മ വന്നു. സ്തോത്ര ശ്രേഷ്ഠം എന്നാണ് പറയുന്നത്. ശ്രേഷ്ഠമായ സ്തോത്രമാണത്. ഭാഗവതത്തിൽ സ്തോത്രശ്രേഷ്ഠം എന്നാണത് പറയുക. അപ്പോൾ എന്ത് സംഭവിച്ചു? അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. ശ്രുത്വാ സ്തോത്രം നിർഗുണസ്ഥം സമസ്തം ബ്രഹ്മേശാദ്യൈർനാഹമിത്യപ്രയാതേ
സർവാത്മാ ത്വം ഭൂരികാരുണ്യവേഗാത് താക്ഷ്യാരൂഢ പ്രേക്ഷിതോ ഭൂപുരസ്താത് ശ്രുത്വാ സ്തോത്രം നിർഗുണസ്ഥം സമസ്തം. നിർഗുണ രൂപത്തിലുള്ള ഈശ്വരനെ ഭജിക്കുന്നതായ ആ സ്തോത്രം കേട്ടിട്ട് ബ്രഹ്മേശാദ്യൈ, ബ്രഹ്മനും ഈശനും, ബ്രഹ്മൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, ഈശൻ ശിവൻ തുടങ്ങിയ ദേവന്മാര് ഞങ്ങളെ ഒന്നുമല്ല ഭജിക്കുന്നത്, ഞങ്ങളുടെ രൂപമൊന്നും ആ സ്തോത്രത്തിൽ വർണ്ണിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് നാഹം, എന്നെയല്ല, അഹം എന്ന് പറഞ്ഞ ഞാൻ, എന്നെയല്ല ആ സ്തുതിക്കുന്നത്, ആ സ്തോത്രത്തില് സ്തുതിക്കപ്പെടുന്നത് ഞാനല്ല എന്നാണ് ഓരോരുത്തരും ബ്രഹ്മാവ്, ശിവൻ തുടങ്ങിയ ദേവന്മാരൊക്കെ കണക്കാക്കിയത്. അതുകൊണ്ട് ഈ സ്തുതി കേൾക്കുമ്പോൾ ആ ആനയെ രക്ഷിക്കാനായിട്ട് ചെല്ലേണ്ടത് ഞാനല്ല, എന്നെയല്ല വിളിക്കുന്നത്, പിന്നെ ഞാൻ പോയി രക്ഷിക്കണമോ എന്ന് ആണ് അവർ വിചാരിച്ചത്. സർവാത്മാത്വം, എല്ലാവരിലും ഇരിക്കുന്നവനായ ഭഗവാൻ എന്തു ചെയ്തു? ഭഗവാനെ പ്രത്യേകിച്ച് സ്തുതിക്കുന്നൊന്നുമില്ല, നിർഗുണ രൂപത്തിലാണ് ഭഗവാനെ സ്മരിക്കുന്നത്, ഈശ്വരനെ ആ സ്തോത്രത്തിൽ വർണ്ണിക്കുന്നത്. പക്ഷേ ഭഗവാൻ എല്ലാത്തിലും ഉള്ളതുകൊണ്ട്, എല്ലാവരിലും ഉള്ളതുകൊണ്ട് ഭഗവാനാണ് ഭൂരികാരുണ്യവേഗാൻ, വർദ്ധിച്ച കാരുണ്യത്തോടെ രക്ഷിക്കാനായിട്ട് എത്തി. എങ്ങനെ എത്തി? താർക്ഷ്യാരൂഢ, താർക്ഷ്യം എന്ന് പറഞ്ഞാല് ഗരുഡൻ, ഗരുഡന്റെ പുറത്ത് കയറി. പ്രേക്ഷിതോ ഭൂപുരസ്താത്, പ്രത്യക്ഷനായിട്ട് മുമ്പിൽ, ആനയുടെ മുമ്പിൽ പ്രത്യക്ഷീഭവിച്ചു, പ്രത്യക്ഷനായി തീർന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. ഹസ്തേന്ദ്രം തം ഹസ്തപദ്മേന ധൃത്വാ ചക്രേണ ത്വം നക്രവര്യം വ്യദാരി ഗന്ധർവേസ്മിൻ മുക്തശാപേ സഹസ്തേ സാരൂപ്യം പ്രാപ്യതേ ദീപ്യതേ സ്മാ. ഹസ്തീന്ദ്രം തം, ആ ഹസ്തീന്ദ്രനെ, ഹസ്തീന്ദ്രൻ ഗജേന്ദ്രൻ, ആന, ആ ആനയെ ഹസ്തപദ്മേന ധൃത്വാ, ഹസ്തം ഭഗവാന്റെ ഹസ്തം, കയ്യ്, ഭഗവാന്റെ കൈ കൊണ്ട്. കൈ എങ്ങനെയുള്ളതാണ്? താമരക്കൈ, പത്മം എന്ന് പറഞ്ഞാൽ താമര. ഹസ്തപത്മേന, താമരക്കൈ കൊണ്ട്, ധൃത്വാ പിടിച്ചിട്ട്, ചക്രേണത്വം നക്രവര്യം വ്യദാരി, ആർക്ക് മോക്ഷം കൊടുത്തു? ആദ്യം ഭഗവാൻ ആദ്യം മോക്ഷം കൊടുത്തത് ഭക്തന്റെ കാല് പിടിച്ചവനാണ്. ഭക്തനായിട്ടുള്ള ഈ ഇന്ദ്രദ്യുമ്നൻ അല്ലെങ്കിൽ ഈ ഗജേന്ദ്രന്റെ കാല് പിടിച്ച ആ മുതലയെ ആദ്യം മോക്ഷം കൊടുത്തു, മുക്തനാക്കി. ചക്രേണ, ചക്രം കൊണ്ട്, ത്വം അങ്ങ്, നക്രവര്യം മുതല ശ്രേഷ്ഠൻ, ശ്രേഷ്ഠനായി തീർന്നു ആ മുതല ശ്രേഷ്ഠൻ, നക്രവര്യം വ്യദാരി പിളർത്തു, അല്ലെങ്കിൽ അവന്റെ തലയറുത്തു. ഗന്ധർവേസ്മിൻ മുക്തശാപേ സഹസ്തി, ആ ഗന്ധർവൻ, ഹൂഹു എന്ന് പറഞ്ഞ ഗന്ധർവൻ ശാപത്തിൽ നിന്ന് മുക്തനായി. മുക്തശാപേ സഹസ്തി, ആ ഹസ്തിയോ, ആനയോ എന്ത് സംഭവം? ആനയ്ക്ക് ഇന്ദ്രദ്യുമ്നന് അല്ലെങ്കിൽ ആ ഗജേന്ദ്രന് എന്ത് സംഭവിച്ചു? ത്വൽ സാരൂപ്യം പ്രാപ്യ, അങ്ങയുടെ സാരൂപ്യം, അങ്ങയുടെ രൂപം ലഭിച്ചു. പലതരത്തിലാണ് മുക്തി, സാരൂപ്യം, സാലോക്യം, സായുജ്യം, ഇങ്ങനെ പലതരത്തിലാണ് മുക്തി. അതില് സാരൂപ്യം, ഭഗവത് രൂപം ലഭിച്ചു. ദേദീപ്യതേ സ്മാ, അങ്ങനെ ശോഭിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. ഏതദ്വൃത്തം ത്വാം ച മാം ച പ്രഗേയോ ഗായേൽ സോയം ഭൂയസേ ശ്രേയസേ സ്യാത് ഇത്യുക്ത്വൈനം തേന സാർത്ഥം ഗതസ്ത്വം കൃഷ്ണ്യം വിഷ്ണോ പാഹി വാതാലയേശ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഈ കഥയും, ഏതത് വൃത്തം എന്ന് പറഞ്ഞാൽ ഈ കഥ, നിന്നെയും എന്നെ, ത്വാം ച മാം ച, മാം എന്ന് പറഞ്ഞാൽ എന്നെ, ത്വാം എന്ന് പറഞ്ഞാൽ നിന്നെ, എന്നെയും നിന്നെയും സംബന്ധിക്കുന്ന ഈ കഥ. പ്രഗേയോ, ഏതൊരാൾ പ്രഭാതത്തിൽ പ്രകീർത്തിക്കുന്നുവോ അയാൾ. ഗായേത്, ഗായേത് എന്ന് പറഞ്ഞാൽ ഗാനം ചെയ്യുക, പ്രകീർത്തിക്കുക. സോയം, അയാൾ. ഭൂയസേ ശ്രേയസേ സ്യാദ്, ഉത്തമമായ ശ്രേയസ്സുള്ളവനാകും എന്ന് ഇവനോട് അരുളി ചെയ്ത്.
അവനോടുകൂടി സ്വസ്ഥമായ വൈകുണ്ഠത്തിലേക്ക് എഴുന്നള്ളിയ നിന്തിരുവടി അല്ലേ സാക്ഷാൽ മഹാവിഷ്ണുവായ ഗുരുവായൂരപ്പ, അടിയനെ രക്ഷിക്കണേ. അങ്ങനെ ഗജേന്ദ്ര മോക്ഷം കഥയുടെ ഫലശ്രുതി പറയുന്നത് ഭഗവാൻ തന്നെയാണ്. എന്നെയും നിന്നെയും സംബന്ധിക്കുന്ന ഈ കഥ പ്രഭാതത്തിൽ ആര് ഗാനം ചെയ്യുന്നോ അവർക്കും വൈകുണ്ഠം ഉറപ്പ് എന്ന് ഭഗവാൻ തന്നെയാണ് പറയുന്നത്. അങ്ങനെ ഭഗവാൻ ഫലശ്രുതി പറയുന്ന ഒരു കഥ കൂടിയാണ് ഈ കഥ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് ഈ നിർഗുണ ബ്രഹ്മോപാസന തന്നെയാണ് ശ്രേഷ്ഠം. പക്ഷെ സാധാരണക്കാർക്ക് എന്നല്ല, പൊതുവെ ആർക്കും ഈ നിർഗുണ ബ്രഹ്മോപാസന അത്ര എളുപ്പമല്ല എന്നതും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ഈ ദശകം ഇവിടെ സമാപിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി.